രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജയെ മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി അവിടെ പ്രതിഷ്ഠിച്ചത് പുതിയൊരു നേതാവിനെയായിരുന്നു. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാക്കിയത്, ഭജൻലാലിനെ. എന്നാൽ ഭജൻലാൽ മുഖ്യമന്ത്രിയായതിനു ശേഷം രാജസ്ഥാനിൽ തിരിച്ചടികളുടെ പൂരം തന്നെയായിരുന്നു. വസുന്ധരയും അതുപോലെ കോൺഗ്രസും തമ്മിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അടുക്കുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു. ഇത് വാസ്തവത്തിൽ ഭജൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. വസുന്ധരയ്ക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാതെ നരേന്ദ്രമോദി അവരെ പരമാവധി അപമാനിക്കുകയും ചെയ്തു. ഇതിന് കൃത്യമായി കണക്ക് ചോദിക്കാൻ തന്നെയാണ് വസുന്ധരയുടെ ആളുകൾ ഒരുങ്ങിയിരിക്കുന്നത്. നിലവിൽ ക്യാബിനറ്റിലെ 4 മന്ത്രിമാർ വസുന്ധരയുടെ അനുകൂലികളാണ്. അവർ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്: വസുന്ധരയെ തിരിച്ച് ഭരണമേൽപ്പിച്ചില്ലെങ്കിൽ രാജസ്ഥാനിൽ BJP തകർന്നടിയും. BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത്. വസുന്ധരയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ആധിപത്യമുണ്ട് എന്ന് ഉറപ്പിക്കൽ തന്നെയാണ്. 2014-ലും 2019-ലും 25 സീറ്റും BJP രാജസ്ഥാനിൽ നേടിയെങ്കിൽ ഇക്കുറി വെറും 14 സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. കോൺഗ്രസ് സഖ്യത്തിനാകട്ടെ 11 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിൽ 8 സീറ്റുകൾ കോൺഗ്രസിൻ്റേതാണ്. ലോക്സഭയിൽ BJP കേവല ഭൂരിപക്ഷത്തിൽ എത്താത്തതിൽ നിർണായക പങ്ക് വഹിച്ചത് രാജസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ തിരിച്ചടി തന്നെയാണ്. ഹരിയാനയിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ വലിയ രീതിയിൽ BJP തിരിച്ചടി നേരിട്ടത് BJPയുടെ ടാലി കുറയ്ക്കാൻ കാരണമായി. മഹാരാഷ്ട്രയിലും അത് തന്നെ സംഭവിച്ചു. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ബ്രാഹ്മണ നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായതിൽ OBC വിഭാഗം അതൃപ്തരാണ്. അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെ OBC വിഭാഗവും അതിശക്തമായി എതിർക്കുകയാണ്. അവർ കൃത്യമായി പറയുന്നു, ഭജൻലാലിനെ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് നയിച്ചതെങ്കിൽ തീർച്ചയായും BJP അധികാരത്തിൽ വരില്ലായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. 116 സീറ്റാണ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത്. കോൺഗ്രസിന് വോട്ട് ഷെയറിൽ ഒട്ടും പിറകിലല്ലായിരുന്നിട്ട് പോലും 70 സീറ്റുകളിൽ അവർ ഒതുങ്ങേണ്ടി വന്നു. എന്നാൽ 116 MLA-മാരിൽ 50ഓളം MLA-മാർ വസുന്ധരയുടെ അനുകൂലികളാണ്. അവർ വിചാരിച്ചാൽ മന്ത്രിസഭയെ തള്ളിയിടാൻ കഴിയും. രാജസ്ഥാൻ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചാൽ വൻ അട്ടിമറികൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭജൻലാൽ മാറിയേ പറ്റൂ. വസുന്ധരയെ ക്യാബിനറ്റിൽ എടുക്കാതെ അവരെ പരമാവധി നാണം കെടുത്തി. ഇനിയും വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെങ്കിൽ തിരിച്ചടി ഓർക്കാൻ പുറത്ത് കിട്ടും എന്നത് ഓർത്തോളൂ. അമിത്ഷായോട് കൃത്യമായി BJP നേതാക്കൾ പറഞ്ഞ വാക്കുകളാണിത്.